Last application of marginal costing, ninth one, decision regarding dropping a product line. When a product is running a loss, management may decide to drop or discontinue it. ഒരു പ്രൊഡക്റ്റിൽ നിന്ന് ലോസ് ഉണ്ടാവാൻ തുടങ്ങിയാൽ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ എടുക്കേണ്ടി വരും. എന്താണ്, ആ പ്രൊഡക്റ്റ് നിർത്തണോ അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും. ഇൻ ടേക്കിംഗ് സച്ച് എ ഡിസിഷൻ ദ കോൺട്രിബ്യൂഷൻ ഈസ് ടു ബി കൺസിഡേർഡ്. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് തുടരണോ അതോ നിർത്തണോ എന്നുള്ള ഡിസിഷൻ എടുക്കുമ്പോൾ മാനേജ്മെൻറ്റ് നോക്കേണ്ടത് കോൺട്രിബ്യൂഷൻ ആണ്. ആ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ കൺസിഡർ ചെയ്തിട്ട് വേണം തീരുമാനമെടുക്കാൻ. Further, it is necessary to know whether fixed assets are relevant or irrelevant. അവിടെ ആ ഒരു സാഹചര്യത്തിൽ പ്രത്യേകം മറ്റൊരു കാര്യം നോക്കേണ്ടത് ഫിക്സഡ് കോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളതാണ്. അതായത് ഒരു പ്രൊഡക്റ്റ് സ്റ്റോപ്പ് ചെയ്യുമ്പം അതുമായി ബന്ധപ്പെട്ട ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും. അത് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് കൂടി നോക്കേണ്ടി വരും. നോർമലി ദർ ആർ 2 ടൈപ്പ് ഓഫ് ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, സാധാരണ 2 ടൈപ്പ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ആണുള്ളത്. ഒന്ന് ഡയറക്റ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ഫിക്സഡ് കോസ്റ്റ്, മറ്റേത് കോമൺ ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, 2 ടൈപ്പ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. ഒന്ന് സ്പെസിഫിക് ഫിക്സഡ് കോസ്റ്റ്, 2 കോമൺ ഫിക്സഡ് കോസ്റ്റ്. യൂഷ്വലി ദ ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ഫിക്സഡ് കോസ്റ്റ് വിച്ച് ആർ സ്പെസിഫിക് ടു ദ പ്രൊഡക്റ്റ് ആർ അവോയ്ഡബിൾ. അതായത് നമ്മൾ വേണ്ട വെക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അതായത് നമ്മൾ ആ പ്രൊഡക്റ്റ് മതിയാക്കിയാലോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ പ്രൊഡക്റ്റുമായി ഡയറക്റ്റ് റിലേറ്റ് ചെയ്യുന്ന ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ ആ പ്രൊഡക്റ്റ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ, ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആ ഫിക്സഡ് കോസ്റ്റും അവിടെ ഇല്ലാണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് ആ പ്രൊഡക്റ്റുമായി ഡയറക്റ്റ് റിലേറ്റഡ് ആണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിർത്തുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിൻ്റെ ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. ഹെൻസ് ദേ ആർ ഇമ്പോർട്ടൻറ്റ് ഓർ റെലവൻറ്റ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഫിക്സഡ് കോസ്റ്റ് ആണ്. കാരണം ആ പ്രൊഡക്റ്റുമായി ഡയറക്റ്റ് ലിങ്ക് ചെയ്യുന്ന ഫിക്സഡ് കോസ്റ്റിനെയാണ് നമ്മൾ ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ആ പ്രൊഡക്റ്റ് നമ്മൾ മതിയാക്കുന്നുണ്ടെങ്കിൽ ആ ഫിക്സഡ് കോസ്റ്റും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദെൻ ഔട്ട് ഓഫ് കോമൺ ഫിക്സഡ് കോസ്റ്റ് സം കോസ്റ്റ് ആർ അവോയ്ഡബിൾ ഓർ എസ്കേപ്ഡ്. പിന്നെ പറയുന്നത് കോമൺ ഫിക്സഡ് കോസ്റ്റിനെ കുറിച്ചാണ്. കോമൺ ഫിക്സഡ് കോസ്റ്റിൽ നമുക്ക് എല്ലാ കോമൺ ഫിക്സഡ് കോസ്റ്റും അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ചില ആ കോമൺ ഫിക്സഡ് കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ചില ഫിഗേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. ചിലത് നമുക്ക് അവോയ്ഡ് ചെയ്യാനും പറ്റില്ല. അപ്പം നമുക്ക് ഒരു പ്രൊഡക്റ്റ് മതിയാക്കുന്ന സമയത്ത് ഏത് കോമൺ ഫിക്സഡ് കോസ്റ്റ് ആണോ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കോമൺ ഫിക്സഡ് കോസ്റ്റ് ഇവിടെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മറ്റേ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള കോമൺ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും, അതായത് വിച്ച് ആർ അൺഅവോയ്ഡബിൾ ആൻഡ് ആർ ഇറെലവൻറ്റ്. അതായത് ആ പ്രൊഡക്റ്റ് തുടർന്നാലും അല്ലെങ്കിൽ മതിയാക്കിയാലും ആ പ്രൊഡക്റ്റ് നിർത്തിയാലും ആ ഒരു കോമൺ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല, അത് അവിടെ സ്ഥിരമായിട്ടുണ്ടാവും. അങ്ങനെയുള്ള കോമൺ ഫിക്സഡ് കോസ്റ്റ് ഇറെലവൻ്റ് ആണ്. ഈ ഒരു ഡിസിഷൻ പ്രക്രിയയിൽ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇഫ് ദ കോൺട്രിബ്യൂഷൻ ഫ്രം എ പ്രൊഡക്റ്റ് എക്സീഡ് ദ അഗ്രിഗേറ്റ് ഓഫ് ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് ദ പ്രൊഡക്റ്റ് ഷുഡ് നോട്ട് ബി ഡ്രോപ്പ്ഡ്. അതുകൊണ്ട് തന്നെ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് 2 ഫിക്സഡ് കോസ്റ്റ് മാത്രമാണ്. ഒന്ന് ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റും 2 കോമൺ ഫിക്സഡ് കോസ്റ്റിൽ തന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഫിക്സഡ് കോസ്റ്റും ഉണ്ട്, അങ്ങനെയുള്ള ഫിക്സഡ് കോസ്റ്റും. സോ കോൺട്രിബ്യൂഷൻ, ഒരു പ്രൊഡക്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ ഈ പറയുന്ന ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റും അവോയ്ഡബിൾ കോമൺ ഫിക്സഡ് കോസ്റ്റും ആഡ് ചെയ്തിട്ട് ഒരു ഫിഗർ കിട്ടും. ആ ഫിഗറിനെക്കാട്ടിയും ആ കോൺട്രിബ്യൂഷൻ, ആ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ കൂടുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് മതിയാക്കേണ്ട അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യേണ്ട എന്നാണ് ഡിസിഷൻ എടുക്കേണ്ടത്. ഇഫ് ദ കോൺട്രിബ്യൂഷൻ ഫ്രം എ പ്രോഡക്റ്റ് എക്സീഡ് ദ അഗ്രിഗേറ്റ് ഓഫ് ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് ദ പ്രൊഡക്റ്റ് ഷുഡ് നോട്ട് ബി ഡ്രോപ്പ്ഡ്, അതർവൈസ് ഇറ്റ് ഈസ് ടു ബി ഡ്രോപ്പ്ഡ്. അഥവാ കോൺട്രിബ്യൂഷൻ ആ ഒരു ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റിനേക്കാളും അല്ലെങ്കിൽ ആ രണ്ടും അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റും രണ്ടും ആഡ് ചെയ്ത് കിട്ടുന്ന ഫിഗറിനെക്കാട്ടിയും കുറവാണെങ്കിൽ ആ പ്രൊഡക്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടത്. Prestige Company Limited manufacture 3 products A, B and C.
The directions of the company are worried about the profits of the organization and propose to discontinue product A which is incurring loss. പ്രസ്റ്റീജ് കമ്പനി ലിമിറ്റഡ് 3 പ്രൊഡക്റ്റാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. പ്രൊഡക്റ്റിൻ്റെ പേര് എ, ബി ആൻഡ് സി. കമ്പനിയുടെ ഡയറക്ടർ ആ ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റിനെ കുറിച്ച് വളരെ വറീഡാണ്. കാരണം പ്രോഫിറ്റ് അധികം ഇല്ല, ലോസിലേക്കാണ് പോകുന്നത്. ആൻഡ് പ്രപ്പോസ് ടു ഡിസ്കണ്ടിന്യൂ പ്രൊഡക്റ്റ് എ വിച്ച് ഈസ് ഇൻകറിങ് ലോസ്. പ്രൊഡക്റ്റ് എ ആണ് ലോസ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്താലോ എന്ന് ഒരു പ്രപ്പോസലാണ് വിചാരിക്കുന്നത് ഡയറക്ടേഴ്സ്. ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ റിഗാർഡിംഗ് ദ 3 പ്രൊഡക്ട്സ് എ, ബി ആൻഡ് സി. ആ 3 പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ താഴെ കൊടുക്കുന്നു. ഇൻഫർമേഷൻ നോക്കാം. 3 പ്രൊഡക്റ്റാണുള്ളത്, എ, ബി, സി. 3 പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് യൂണിറ്റ്സിൽ തന്നിട്ടുണ്ട്, സെല്ലിംഗ് പ്രൈസും തന്നിട്ടുണ്ട്. അതുപോലെ ഓരോ പ്രൊഡക്റ്റിൻ്റെ ഡയറക്റ്റ് മെറ്റീരിയൽ പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ലേബർ പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്, വാരിയബിൾ ഓവർ ഹെഡ് തന്നിട്ടുണ്ട്. പക്ഷേ വാരിയബിൾ ഓവർ ഹെഡ് പേഴ്സൻറ്റേജിലാണ് തന്നത്. ഇത് നിങ്ങൾ എഴുതുമ്പം 300, 200, 300 മാത്രം എഴുതിയാൽ പോരാ. 300%, 200%, 300% ആ ഒരു സൈൻ കൊടുക്കണം കേട്ടോ. ഇവിടെ വാരിയബിൾ ഓവർ ഹെഡ് ഡയറക്റ്റ് ഫിഗർ തരാണ്ട് ഡയറക്റ്റ് ലേബറിൻ്റെ പേഴ്സൻറ്റേജ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം എ എന്ന പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ വാരിയബിൾ ഓവർ ഹെഡിൻ്റെ നേരെ എന്താ എഴുതിയിരിക്കുന്നത്, 300% എന്നാണ്. അതിൻ്റെ അർത്ഥം ആ ഒരു പ്രൊഡക്റ്റ് എയുടെ ഡയറക്റ്റ് ലേബറിൻ്റെ 300% ആയിരിക്കും വാരിയബിൾ ഓവർ ഹെഡ് ഓഫ് പ്രൊഡക്റ്റ് എ. അതായത് 1 അല്ലേ ഡയറക്റ്റ് ലേബർ എയുടെ വരുന്നത്, 1ൻ്റെ 300% എന്ന് പറയുമ്പോൾ 3 ആയിരിക്കും. അപ്പം എയുടെ വാരിയബിൾ ഓവർ ഹെഡ് എന്ന് പറയുന്നത് 3 ആയിരിക്കും പെർ യൂണിറ്റ്. അങ്ങനെയാണ് ബിയും സിയും. ബിയുടെ കേസിൽ 200% ആണ്. അപ്പോൾ 0.6 ആണ് ഡയറക്റ്റ് ലേബർ. 0.6ൻ്റെ 200% കണ്ടാലാണ് ബിയുടെ വാരിയബിൾ ഓവർ ഹെഡ് കിട്ടുക. ദ സെയിം വേ ഇൻ ദ കേസ് ഓഫ് സി. സിയുടെയും അതുപോലെ ചെയ്യുക. പിന്നെ തന്നിരിക്കുന്ന ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. ഓരോ പ്രൊഡക്റ്റിൻ്റെയും തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഓരോ പ്രൊഡക്റ്റുമായിട്ട് ഡയറക്റ്റ്ലി ഇൻവോൾവ്ഡ് അല്ലെങ്കിൽ ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്യുന്ന ഫിക്സഡ് കോസ്റ്റാണ്. അതായത് നമ്മൾ ആ പ്രൊഡക്റ്റ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്യുക എന്ന് വെച്ചാൽ ആ ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതായത് ഇപ്പം എ എന്ന പ്രോഡക്റ്റ് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് ഒരു ഫിഗർ ഉണ്ടാവും, ഒരു എമൗണ്ട് ഉണ്ടാവും. ആ എമൗണ്ട് കൂടി നമുക്ക് ഒഴിവാക്കാം. അതായത് ആ എമൗണ്ട് ഒരു അത്രയും ഫിഗർ നമുക്ക് എക്സ്പെൻസ് ഉണ്ടാവില്ല എന്നർത്ഥം. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് ആണല്ലോ. ആ ഒരു എക്സ്പെൻസ് നമുക്ക് മീറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഫിക്സഡ് കോസ്റ്റിനെയാണ് ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. പൊതുവേ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കുക അല്ലേ. അതായത് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഫിക്സഡ് കോസ്റ്റ് മാറില്ല. ഇപ്പോൾ 0 ഒരു യൂണിറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിലും ആ ഫിക്സഡ് കോസ്റ്റ് അവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് പറയുന്നത്. ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ മതിയാക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റും നമുക്ക് ഉണ്ടാവില്ല, മീറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അത് സേവ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓരോ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് തന്നിട്ടുണ്ട്. അതായത് ലോസ് എയുടെ കേസിൽ ലോസാണ് വരുന്നത് അല്ലേ, മൈനസ് എത്രയാണ് 3000. ബിയുടെ കേസിൽ 3500, സിയുടെ കേസിൽ എത്രയാണ് 1500. അങ്ങനെ ലോസും തന്നിട്ടുണ്ട്. ദെൻ പിന്നെ കോമൺ ആയിട്ട് എല്ലാത്തിൻ്റെയും കൂടി ഒരു ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് 6000. അപ്പോൾ അത് കോമൺ ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും. ഓരോ പ്രൊഡക്റ്റുമായി ബന്ധപ്പെടുന്നതല്ല, മൊത്തത്തിലുള്ള ഒരു ഫിക്സഡ് കോസ്റ്റാണ് 6000 കോമൺ ആയിട്ടുള്ള ഫിക്സഡ് കോസ്റ്റ്. നമ്മൾ തിയറി പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമൺ ഫിക്സഡ് കോസ്റ്റിലും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും, അതായത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതും ഉണ്ടാവും. പക്ഷെ ഇവിടെ അതൊന്നും തരുന്നില്ല, ജസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് 6000 എന്നേ പറയുന്നില്ലൂ. അപ്പം നമ്മൾ മൊത്തത്തിൽ കോമൺ ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് അതിനെ എടുക്കുക. അതായത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് തന്നെ അതെടുക്കുക, 6000 എന്ന് പറയുന്ന ഫിഗർ. ഇനി എയും ബിയും ക്വസ്റ്റ്യൻ ആണ്. എ എന്ന ക്വസ്റ്റ്യൻ എന്താണ്? What suggestion would you give if you find that direct fixed costs are directly involved with each product line and that they would be avoided if a particular product line is dropped?
അതായത് ഇപ്പം ഈ പറയുന്ന ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് ഓരോ പ്രൊഡക്റ്റുമായിട്ട് ഡയറക്റ്റ്ലി ഇൻവോൾവ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആ ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റും അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നാൽ നിങ്ങളുടെ സജഷൻ എന്താണ്? ഏത് പ്രൊഡക്റ്റാണ് അവോയ്ഡ് ചെയ്യേണ്ടത്, അവോയ്ഡ് ചെയ്യണമെന്നുള്ളതാണ് സജഷൻ ചോദിക്കുന്നത്. Then if direct fixed costs are such that no portion of this expenditure can be saved by a dropping a product, what would be your advice? അതുപോലെ തന്നെ ഈ പറയുന്ന ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാനാവുന്നില്ല എങ്കിൽ, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് മതിയാക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റും ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അഡ്വൈസ്? അതാണ് ചോദ്യം. ആദ്യത്തേത് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ് അഡ്വൈസ്, രണ്ടാമത്തേത് ഒഴിവാക്കാൻ പറ്റുന്നില്ല എങ്കിൽ എന്താണ് അഡ്വൈസ് എന്നുള്ളതാണ്. അപ്പം ആദ്യം ആൻസർ ചെയ്യുന്നതിന് മുമ്പ്, സജഷൻ എഴുതുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 3 പ്രൊഡക്റ്റിൽ നിന്നും എങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ കിട്ടുന്നതെന്ന് അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടുന്നതെന്ന് നോക്കാം. ഇവിടെ ഓൾറെഡി ഓരോ പ്രൊഡക്റ്റിൻ്റെയും പ്രോഫിറ്റും ലോസും പറയുന്നുണ്ട്. എ എന്ന പ്രൊഡക്റ്റ് ലോസ് ആണ് ഉണ്ടാക്കുന്നത്, -3000 ആണ്. ബിയും സിയും പ്രോഫിറ്റാണ് 3500, 1500. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കിലൂടെ എന്താണ് ചെയ്യേണ്ടത് ആ ഒരു പ്രൂഫ് കൊടുക്കാം. അതിനുവേണ്ടി ആദ്യം 3 പ്രൊഡക്റ്റിൻ്റെയും ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി 3 പ്രൊഡക്റ്റിൻ്റെ കേസിലും 2 എമൗണ്ട് കോളം വെച്ച് കൊടുക്കുക. ഒന്ന് പെർ യൂണിറ്റ് കോളും 2 ടോട്ടൽ കോളും. ഇതുപോലെ ആദ്യം സെയിൽസ് എഴുതുക. സെല്ലിംഗ് പ്രൈസ് ഓരോ പെർ യൂണിറ്റ് ക്വസ്റ്റ്യനിലുണ്ട്. അതിന് യൂണിറ്റ് എയുടെ കേസിലാണെങ്കിൽ എത്രയാണ്? പെർ യൂണിറ്റ് 5 ആണ്. യൂണിറ്റ്സ് 2000 ആണ്. അപ്പം പെർ യൂണിറ്റിൽ 5ഉം ടോട്ടലിൽ എന്താണ് യൂണിറ്റ് ഇൻറ്റു പെർ യൂണിറ്റ് അല്ലേ, 5 ഇൻറ്റു 2000 10,000 വരും. അതുപോലെ ബിയും സിയും ചെയ്യുക. അടുത്ത വാരിയബിൾ കോസ്റ്റ് കുറക്കലാണ്. ഡയറക്റ്റ് മെറ്റീരിയൽ എയുടെ കേസിൽ 1.5 ഇൻറ്റു 2000 ചെയ്താൽ ടോട്ടൽ കോളത്തിൽ കിട്ടും. അതുപോലെ തന്നെയാണ് ബിയും സിയും. ദെൻ ഡയറക്റ്റ് ലേബർ എയുടെ 1 ആണ്. 1 ഇൻറ്റു 2000 ടോട്ടൽ കോളം 2000. ബിയും സിയും അതുപോലെ തന്നെ ചെയ്യുക. ദെൻ വാരിയബിൾ ഓവർ ഹെഡ് ഓൾറെഡി പറഞ്ഞതാണ്, 300% ആണ്. ഡയറക്റ്റ് ലേബർ 1 ആണ്. 1ൻ്റെ 300% പറയുന്നത് 3 ആണ് പെർ യൂണിറ്റ് വരിക. 3 ഇൻറ്റു യൂണിറ്റ്സ് 2000 6000 വരും. അതുപോലെ ബി സി ആക്കി എടുക്കുക. എന്നിട്ട് സെയിൽസിൽ നിന്ന് എല്ലാ വാരിയബിൾ കോസ്റ്റും കുറച്ചാൽ എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. അപ്പോൾ എയുടെ കേസിൽ കോൺട്രിബ്യൂഷൻ നെഗറ്റീവ് ഫിഗറാണ് കിട്ടുന്നത് അല്ലേ. അതിലൂടെ തന്നെ മനസ്സിലാക്കാം എ എന്ന് പറയുന്നത് ഭയങ്കര ലോസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് എന്ന്. അപ്പോൾ കോൺട്രിബ്യൂഷൻ എ എന്ന് പറയുന്നത് -1000 ആണ്. -0.5 ആണ് പെർ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്. ബിയും സിയും നിങ്ങൾ ചെയ്യുമ്പോൾ കിട്ടും. ഇനി അടുത്തത് ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് ഉണ്ട് അല്ലേ. നമുക്ക് ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ആ പ്രൊഡക്റ്റിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഡയറക്റ്റായിട്ട് ഓരോ ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റും ആ ഓരോ പ്രൊഡക്റ്റിലും ചാർജ് ചെയ്യണം. അപ്പോൾ ആദ്യം കിട്ടിയ കോൺട്രിബ്യൂഷനിൽ നിന്ന് ലെസ് ഫിക്സഡ് കോസ്റ്റ് ചെയ്യാം. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ എയുടെ കേസിൽ 0.5 ആണ്. 0.5 ഇൻറ്റു യൂണിറ്റ്സ് എത്രയാണ്? 2000. അപ്പോൾ 1000 കിട്ടും അല്ലേ. അപ്പോൾ എയുടെ കേസിൽ കോൺട്രിബ്യൂഷനിൽ ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് കുറക്കുകയാണെങ്കിൽ 1 ആണ് കിട്ടുക പെർ യൂണിറ്റ്. ടോട്ടലി -2000 കിട്ടും. ഇതുപോലെ ബിയും സിയും ചെയ്യുക. ദെൻ ഇപ്പോൾ കിട്ടിയ ഫിഗറിനെ നമ്മൾ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് കോമൺ ഫിക്സഡ് കോസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. കാരണം കിട്ടിയ കോൺട്രിബ്യൂഷന് ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് നമ്മൾ മൈനസ് ചെയ്തു. ഇനി അതായത് അതിലൂടെ കിട്ടിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏതിന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷനാണ്? കോമൺ ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യാനുള്ള കോൺട്രിബ്യൂഷനാണ് അല്ലേ. ഇനി ഇതിൽ നിന്നാണ് കോമൺ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് മൈനസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ ഡിനോട്ട് ചെയ്ത് എഴുതിയത്, കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് കോമൺ ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുന്ന സമയത്ത് ഓരോ പ്രോഡക്റ്റിൽ നിന്നും നമുക്ക് ആ കോമൺ ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കോമൺ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഓരോ പ്രോഡക്റ്റിനും ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല, മൊത്തം ടോട്ടലായിട്ടാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇതുവരെ അങ്ങനെയാണ് ചെയ്തത്. മുമ്പത്തെ പ്രോബ്ലം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് മറിച്ച് നോക്കുക, ആദ്യമെല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ കിട്ടിയ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് കോമൺ ഫിക്സഡ് കോസ്റ്റ് ആദ്യം ടോട്ടൽ ചെയ്യുക. ബിയുടെയും സിയുടെയും 5500ഉം 4500 ആഡ് ചെയ്ത്
-2000 ആഡ് ചെയ്യുക അല്ലേ. 5500 4500 ആഡ് ചെയ്താൽ എത്ര വരും? 10000 കിട്ടും. 10000 പ്ലസ് -2000 8000 കിട്ടും. അപ്പോൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് കോമൺ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 8000 ആണ്. ആ 8000 നിന്ന് കോമൺ ഫിക്സഡ് കോസ്റ്റ് 6000 എന്ത് ചെയ്യുക? മൈനസ് ചെയ്താൽ പ്രോഫിറ്റ് 2000 കിട്ടും. അതായത് 3 പ്രൊഡക്റ്റും ഇൻക്ലൂഡഡ് ആയിട്ട് പോവുകയാണെങ്കിൽ, കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2000 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് നിങ്ങളുടെ സജഷൻ? ഒരു പ്രൊഡക്റ്റ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റും അവോയ്ഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സജഷൻ എന്താണ്? ഏതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടോ? ഈ ഒരു 3 പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, എ എന്ന പ്രൊഡക്റ്റ് നോക്കൂ. എ എന്ന പ്രൊഡക്റ്റ് ഭയങ്കര ലോസ് ആണ് അല്ലേ. കാരണം കോൺട്രിബ്യൂഷൻ തന്നെ നെഗറ്റീവ് ഫിഗറാണ് കിട്ടിയിരിക്കുന്നത്, -1000. എന്നിട്ട് ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റും മൈനസ് ചെയ്തിട്ട് വീണ്ടും ആദ്യ ലോസ് കൂടിയതേ ഉള്ളൂ. എത്രയാണ്? -2000 ആയി. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, പ്രൊഡക്റ്റ് എയുടെ കേസിൽ ഓൾറെഡി ആദ്യം തന്നെ സെയിൽസിനെക്കാട്ടിയും വരുന്നത് വാരിയബിൾ കോസ്റ്റാണ്. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേജിൽ അവിടെ എന്തുണ്ടായത്? കോൺട്രിബ്യൂഷൻ നെഗറ്റീവായി മാറിയത്. അന്നേരം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രൊഡക്റ്റ് എ എന്ന് പറയുന്നത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല, ഡ്രോപ്പ് ചെയ്യുന്നതാണ് നല്ലത് എന്ന്. ഓക്കെ, പിന്നെ ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഓരോ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട കോസ്റ്റാണ് ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ്. അതുകൊണ്ട് പ്രൊഡക്റ്റ് എ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 1000 രൂപയാണ്. അതുകൂടി നമ്മൾ ഇൻകർ ചെയ്യേണ്ടി വരും, ചിലവാക്കേണ്ടി വരും. അങ്ങനെ 1000 രൂപ കൂടി ചിലവാക്കുന്ന സമയത്ത് ആ ലോസ് ഉള്ളത് വർദ്ധിക്കുകയാണ്. ആദ്യത്തെ ലോസ് -1000 ആണെങ്കിൽ വീണ്ടും 1000 ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് കൂടി ഇൻകർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലോസിൻ്റെ എമൗണ്ട് കൂടി -2000 ആയി പ്രൊഡക്റ്റ് എൻ്റെ കേസിൽ. അതായത് നമ്മൾ ആ പ്രൊഡക്റ്റ് എ എന്നുള്ള കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 2000 രൂപ ലോസ് വരും. അഥവാ പ്രൊഡക്റ്റ് എ നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലോ നമുക്ക് ഈ പറയുന്ന 2000 എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് എ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ, കംപ്ലീറ്റ്ലി ഒഴിവാക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് എയുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും അല്ലേ. ആ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നതോടെ കൂടി ആ ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റും അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ 1000 രൂപയും കൂടി സേവ് ചെയ്യാൻ പറ്റും. സോ ഏറ്റവും നല്ലത് പ്രൊഡക്റ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബിയും സിയും എന്ന പ്രൊഡക്റ്റ് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ബിയുടെ സിയുടെയും കേസ് മാത്രം എടുക്കുകയാണെങ്കിൽ നോക്ക്, ബിയുടെ സിയുടെ കേസിൽ കോൺട്രിബ്യൂഷൻ എത്രയാണ് വരുന്നത്? 8000 9000. 8000 പ്ലസ് 9000 എത്രയാണ്? 17000. ആ 17000 നിന്ന് ആ ബിയുടെയും സിയുടെയും ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് 2500 4500 വെച്ച് 7000 വെച്ച് കുറയ്ക്കുകയാണെങ്കിൽ 10000 കിട്ടും. ആ 10000 നിന്ന് കോമൺ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ഏത് പ്രൊഡക്റ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്താലും കൊണ്ടുപോയാലും കോമൺ ഫിക്സഡ് കോസ്റ്റ് എന്താണ്? എപ്പോഴും ഒരുപോലെ തന്നെയാണ്, അതിന് മാറ്റമില്ല. അത് സേവ് ചെയ്യാനും പറ്റില്ല. അതാണ് 6000. അപ്പോൾ ആ കോമൺ ഫിക്സഡ് കോസ്റ്റ് 6000 അവിടെ തന്നെയുണ്ട്. ബിയും സിയും കൊണ്ടുപോകുമ്പോൾ അതേ ഫിഗർ തന്നെയാണ് ഉണ്ടാവുക, 6000 രൂപ തന്നെയാണ്, മാറില്ല. അപ്പോൾ 10000 നിന്ന് 6000 കുറയ്ക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് 4000 കിട്ടും. അതായത് എ എന്ന പ്രൊഡക്റ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ബിയും സിയും മുന്നോട്ട് പോയാൽ 2000 എന്നുള്ള പ്രോഫിറ്റിന് പകരം 4000 എന്ന പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ സജഷനായിട്ട് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ ചോദിക്കുന്നത് എന്താണ്? ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ഒരു പ്രൊഡക്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നതിലൂടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സജഷൻ എന്താണ്? അതായത് പ്രൊഡക്റ്റ് എ ഡ്രോപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ പറയുന്ന ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് എത്രയാണ് പ്രൊഡക്റ്റിൻ്റെ? 1000 രൂപ. ആ 1000 രൂപ ഒരിക്കലും സേവ് ചെയ്യാൻ പറ്റില്ല. ആ 1000 കൂടി പ്രൊഡക്റ്റ് എ തുടർന്നാലും പ്രൊഡക്റ്റ് എ നിർത്തിയാലും ആ ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് എന്ന 1000 ചിലവാകുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സജഷനിൽ വല്ല മാറ്റവും ഉണ്ടോ? എന്താണ് നിങ്ങളുടെ അഡ്വൈസ് എന്നാണ് ചോദിക്കുന്നത്. അതിന് ഉത്തരം എന്താണ്? ഒരു മാറ്റവും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഈ പ്രൊഡക്റ്റ് എൻ്റെ കേസിൽ നമ്മൾ ആദ്യം തന്നെ ഫിക്സഡ് കോസ്റ്റ് നോക്കാണ്ടിരിക്കുമ്പോൾ തന്നെ കിട്ടുന്നത് നെഗറ്റീവായ 1000 രൂപയാണ് അല്ലേ.
-1000 കോൺട്രിബ്യൂഷനാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് എ നിർത്തുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. അതായത് നേരത്തെ കേസിൽ നമുക്ക് 2000 രൂപ വരെ പ്രൊഡക്റ്റ് എ നിർത്തുകയാണെങ്കിൽ പ്രോഫിറ്റിൽ 2000 രൂപ വരെ കൂടുന്നു മനസ്സിലായി. ഈ ഒരു കേസിലാണെങ്കിൽ 2000 കൂടില്ല, കാരണം 1000 എന്ന ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം 1000 രൂപ ചിലവാക്കേണ്ടി വരും. പക്ഷേ പകരം 1000 കോൺട്രിബ്യൂഷൻ നെഗറ്റീവ് ഫിഗർ 1000 കിട്ടിയിട്ടില്ലേ, അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊഡക്റ്റ് എ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതാണ് രണ്ടാമത്തെ അഡ്വൈസിലും പറയാനുള്ളത്. അതായത് അതുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് അൺഅവോയ്ഡബിൾ ആണെങ്കിലും ആ പ്രൊഡക്റ്റ് എ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം കോൺട്രിബ്യൂഷൻ നെഗറ്റീവാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു 1000 രൂപയെങ്കിലും ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ആ 1000 എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് 1000 കോൺട്രിബ്യൂഷൻ കിട്ടുന്നില്ലേ, അപ്പം പ്രൊഡക്റ്റ് എ നമ്മൾ വേണ്ട വെക്കുമ്പോൾ ആ നെഗറ്റീവ് എന്നുള്ള ഫിഗർ അവിടെ ഇല്ലാണ്ടാവും. അപ്പോൾ ആ 1000 എന്ന് പറയുന്ന എമൗണ്ട് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ പ്രൊഡക്റ്റ് എ മതിയാക്കുമ്പോൾ പ്രൊഡക്റ്റ് ബിയും സിയും, ബിയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ് 8000, സിയുടെ എത്രയാണ് 9000, 17000 വരും. അപ്പോൾ 17000 എന്നുള്ളത് കോൺട്രിബ്യൂഷനായിട്ട് കിട്ടും. ഇനി എ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ 17000 നിന്ന് എയുടെ കോൺട്രിബ്യൂഷൻ നെഗറ്റീവ് 1000 ആണ്. അപ്പോൾ ആ 1000 എന്നുള്ളത് കുറക്കേണ്ടി വരും അല്ലേ ടോട്ടൽ കോൺട്രിബ്യൂഷൻ കാണാൻ. അന്നേരം ആ 1000 എന്നുള്ളത് ലോസ് ആയിട്ട് അല്ലെങ്കിൽ കുറവായിട്ട് വരും. ആ പ്രൊഡക്റ്റ് എ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 1000 കുറക്കേണ്ടി വരില്ല, അത് ആ 17000 തന്നെ മുന്നോട്ടേക്ക് പോകും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് 2 കൺക്ലൂഷൻ. നമ്മൾ ഇതിൻ്റെ തിയറി പറയുന്ന സമയത്ത് പഠിച്ചത് എങ്ങനെയാണ് ഡിസിഷൻ എടുക്കേണ്ടതെന്നാണ്. കോൺട്രിബ്യൂഷൻ ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റിനെക്കാട്ടിയും കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് കണ്ടിന്യൂ ചെയ്യുക. കോൺട്രിബ്യൂഷൻ ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റിനെക്കാട്ടിയും കുറവാണെങ്കിൽ ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. ഇപ്പോൾ പ്രൊഡക്റ്റ് എയുടെ കേസിൽ തന്നെ ഇവിടെ കോൺട്രിബ്യൂഷൻ -1000ഉം ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് 1000ഉം ആണ്. അതായത് കോൺട്രിബ്യൂഷൻ ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റിനെക്കാട്ടി കുറവാണ്. അതുകൊണ്ട് ആ പ്രൊഡക്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇനി ബി എന്ന പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റിനെക്കാട്ടിയും കൂടുതലാണ്. അതുകൊണ്ട് ബി എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. സിയും അതുപോലെ തന്നെയാണ്, കോൺട്രിബ്യൂഷൻ ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റിനെക്കാട്ടിയും കൂടുതലാണ്, കണ്ടിന്യൂ ചെയ്യാം. ആ ഒരു രീതിയും കൂടി ഒന്ന് എഴുതി വെക്കുക.